സുധിയേട്ടാ സുധിയേട്ടാ ഇങ്ങനത്തെ ചെറിയ പരിപാടിയൊക്കെ എടുത്ത് നമ്മൾ എന്ന് രക്ഷപ്പെടാനാ? എന്നാ നീ വലിയ പരിപാടി പിടിച്ചോണ്ട് വാ. അതല്ല. അല്ല നീ എന്ത് പരിപാടിയാ പറഞ്ഞത്? നമ്മുടെ രാഹുൽ ഗോപാലില്ലേ സൺഡ്രോപ്സിലെ, പുള്ളിയൊക്കെ ഭയങ്കര അപ്ഡേറ്റഡാ. ഏത്? ആ സോഷ്യൽ മീഡിയ ഒക്കെ അടക്കി ഭരിക്കല്ലേ. അതിന് വലിയ പൈസ ചെലവാവൂലേ? ഏതിന്? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ഏയ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പൈസയൊന്നും ആവില്ല. അത് ആർക്കും വേണമെങ്കിൽ തുടങ്ങാം. ക്യാമറയും സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്തില്ലേ. പിന്നെ അപ്പൊ നമ്മള് ഫേമസ് ആവൂലേ? ഉറപ്പായിട്ടും. കുറച്ച് നേരത്തെ പറയണ്ടേ മുത്തോണിയെ, നമ്മളൊരു വിലസും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ കല്യാണ വീഡിയോ ഞാൻ എടുക്കാം. പറ്റുവാണെങ്കിൽ മറ്റേത് മേക്കിംഗ് വീഡിയോ നീ എടുത്തോ. ആ സെറ്റല്ലേ? എന്തത് ഇങ്ങനെ പോയിട്ട് ആ ലൈറ്റും സെറ്റാക്കി ചേട്ടാ. അതൊന്ന് ഡീൽ ചെയ്തേ. അതിനെന്താടാ കൂട്ടാ, ഞാൻ എടുത്തുതരാലോ. ഇത് എവിടെയായിരുന്നു? സമയം എത്രയായി? സമയമുണ്ട് പോവാന്. ചേട്ടാ നോക്കിയേ. ഹലോ മക്കളെ, ഇങ്ങോട്ട് നോക്കൂ. പറ്റില്ല, എനിക്ക് ക്യാമറ ഫിയറാ. പൊക്കോ. എവിടേക്കാ? ഇതെടുത്തേക്കാം. ഞാൻ പോരാ. അതൊക്കെയുണ്ട്. എപ്പറ്റി എന്തിനാണ് എന്റെ പിന്നെ നടക്കണ? അവിടെ പോയി ഫോട്ടോ എടുക്കണ. എന്താടാ അത്? കല്യാണമായിട്ടൊന്ന് കുളിച്ചൂടെ? പിന്നെ നമ്മുടെ ചെക്കൻ്റെ കല്യാണം കുടിക്കാണ്ടിരിക്കോ? നടക്കട്ടെ. എടോ താനിത് എവിടേക്കാ? നീ ഇവിടുത്തെ സെറ്റാക്കി. ഞാൻ പോരാ. എന്റെ അച്ഛൻ ഞാൻ വിളിക്കാം. ചേട്ടന്റെ കല്യാണം നടക്കല്ലേ? ഹലോ, കല്യാണം മുടങ്ങിട്ടോ? ധൈര്യത്തിലുണ്ടല്ലേ? അപ്പൊ വൈകിട്ട് പരിപാടി നമുക്ക് നോക്കാം. ഓക്കെ ശരി എന്നാ. ഓക്കെ. എന്താണ് എല്ലാവരും ഇവിടെ നിൽക്കണേ? പോണ്ടേ? പോവാം. മോനങ്ങോട്ട് പോയി നോക്ക്. അനീഷേ, എന്തായാലും നമുക്ക് പോണ്ടേ? കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? അതില്ലേ, നമ്മുടെ ഇന്നലത്തെ ആ ബാച്ചിലർ പാർട്ടിയുടെ വീഡിയോ ഇല്ലേ, അത് നമ്മുടെ സുജിത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് കല്യാണം മുടങ്ങി. അത് മുടങ്ങി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അയ്യോ, അപ്പൊ നമ്മുടെ കാര്യം? പേടിക്കണ്ട, നമ്മുടെ കല്യാണക്കാര്യം നോക്കാം. ശരി എന്നാ, ഞാൻ വിളിക്കാം. എന്നാ ശരി. ശരി, നടക്കട്ടെ. നീ എവിടേക്കാ പോയേ? അമ്മ ഞാനത് അച്ഛാ. എടാ സതീശ, ഇതൊക്കെ കാടിൻ്റെ ശാപമാണ്. നിങ്ങൾ അവിടെ പോയിരിക്കുന്നത് ഒഴിവാക്കണം. ഒരുപാട് ശാപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാടാണ്. എൻ്റെയൊക്കെ കാലത്ത് ആ കാട് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ആ ശാപം വീണ്ടും തുടങ്ങിയിരിക്കുന്നു. സതീശൻ കൂടെ. നീ മാമന് തള്ളും കേട്ടിരുന്നോ? ഞാൻ പോവാണ്, നീണ്ടി വാ. ഞാൻ കുപ്പിയെടുത്തുണ്ട്. നിങ്ങളെല്ലാവരും അമ്മണിക്കോളിലേക്ക് വായോ. ആ സുഹിത്തിനെ വിളിച്ചോട്ടാ. വരട്ടെ, കൊടുക്കണല്ലോ അതിന് ഞാൻ. എടാ സതീശ, സുജിത്ത് എവിടെ? വിളിച്ചു, എടുത്തില്ല. നിങ്ങളിരിക്കി.
ഇരിക്കടാ. എന്റെ പൊന്ന് സതീഷ, നിന്റെ ഈ കാണിക്കണണ്ടാല് ആദ്യമായിട്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് തോന്നുന്നു. നിനക്ക് ഇത് ശീലമുള്ള കാര്യമല്ലേ. നീ ഇങ്ങനെ കടന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂടിപ്പോയി ഇവന്റെ വീഡിയോ ഒരു 1500 വരെ കണ്ടോ. അതിനാ സുഹൃത്തിനെ സമ്മതിക്കണം. ആൾക്കാർ കണ്ടാ തന്നെ എങ്ങനെയാണ് തമ്പുരാൻ അറിയാം. എന്തായാലും നീ ഫേമസ് ആയില്ലടാ. എനിക്കത് മതിയടാ. നിന്നെ 4 പേര് അറിഞ്ഞില്ല ഇപ്പോ. അവനിങ്ങ് വരട്ടെ, വന്നു കഴിഞ്ഞോ. കവിളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ. നീ കപ്പലിന്റെ തീർക്കില്ല. സതീശ, ഡാ മോനെ, അമ്മണിക്കാട്ടിലാണോടാ ആദ്യ രാത്രി? എടപ്പോരാന്നറി, നീ ഒറ്റൊരുത്തങ്ങനെ കല്യാണം മുടങ്ങിയിരിക്കുക. കല്യാണം മുടങ്ങിയ? എന്റെ പൊന്ന് സതീഷ, നീ എന്തിനാ ഈ പിള്ളേർ പോലെ ക്ലാസ്സോടെ ഇതിനൊരു തീരുമാനമാവാതെ ഇനി ഒരുത്തിനോട് അടിക്കണ്ട. ഇനി കുപ്പി മേടിക്കാനും കമ്പനി അടിക്കാനും ഈ സജഷൻ കിട്ടില്ല. അപ്പൊ ഗുഡ് ബൈ, മാറിക്കടാ. ഇവൻ എന്താടാ ഇങ്ങനെ? അപ്പൊ ശരിക്കും ബൈട്ടാ. ശരി എന്നാ അവൻ പോണെങ്കി പോട്രാ. സാധനം വിളയിലുണ്ട്. ആ മൂട് അങ്ങോട്ട് പോയി. മൂട് പോന്നോമാരല്ലേ ആ വഴി പോടെ. ഞാൻ ഇത് ഒറ്റയ്ക്ക് അടിച്ചോളാം. ഞാനുണ്ട് കേട്ടാ. നാളുകൾ നോക്കി വിവാഹം കഴിച്ചതിലൂടെ നല്ലത് ഉണ്ടായ ആളുകളുമുണ്ട്, ചീത്ത ഉണ്ടായ ആളുകളുമുണ്ട്. നേരത്തെ പറഞ്ഞ നാളുകൾ കൂടാതെ ചില ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കൂടി ഇരിപ്പുണ്ടായി. ആ നാളുകൾക്ക് ഒന്നിച്ചു ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഭാര്യ നാട്ടിലും ഭർത്താവ് ഗൾഫിലും. ആ ഭാര്യയും എന്നെ ജംഗ്ഷനിലോട്ടാക്കി. ആ എവിടേക്കാ? ക്ലാസ് ഉണ്ട്. ഇന്നോ? സ്പെഷ്യൽ ക്ലാസ്സാ. എന്നാ വാ കയറ്, ഞാൻ ജംഗ്ഷനിലാക്കി തരാം. അപ്പോ സതീഷ് ഏട്ടൻ? ഇങ്ങനെ ആ ജംഗ്ഷൻ വരെ ഉള്ളു. ബാ കയറ്. വേണ്ട, ഞാൻ നടന്നോളാം. ബാ കയറുന്ന് ആക്കി തരാം. വേണ്ട, നടന്നോളാം. ജോലിക്ക് പോകാനുള്ളതല്ലേ. ചെല്ല്, ശരി എന്നാ ഞാൻ വിളിക്കാം. നീ വണ്ടി നിർത്തി. എടാ വണ്ടി നിർത്താൻ. ഡോ ഡോ, ഇയാളിത് എന്ത്? ഇയാൾക്ക് പെണ്ണിട്ടാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? മെഷീൻ കംപ്ലൈന്റ് ആയി, ഒന്ന് നോക്കുവോ? കാണിക്ക്. രാവിലെ തൊട്ട് വർക്കാവണില്ലേ? നോക്കട്ടെ. ചേട്ടൻ്റെ ദിവസം എന്തായി? പാർട്ടി കൊലപാതകം ഏറ്റെടുത്തതല്ലേ, ഇനിയിപ്പോ പുറത്തിറങ്ങിയാലും കഷ്ടാ. അപ്പോ പാർട്ടിക്കാർ പൈസ തന്നില്ലേ? ആ സമയത്ത് പാർട്ടിക്കാർ കുറച്ച് കാശ് കൊണ്ട് നന്നായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവരാണ് ഈ ഷോപ്പിട്ട് തന്നത്. ഞങ്ങൾക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ലേ, ജീവിക്കണ്ടേ. ആ ഇപ്പൊ നോക്കിക്കേ. അപ്പൊ ശരി, ശരിയായിട്ടുണ്ട്. എത്രയായി? അത് കുഴപ്പമില്ല. அறியாதது அழகான மனைவி, அன்பான துணைவி அமைந்தாலே பேரின்பமே.
സാമ്രാജ്യമേ. അമ്മ എന്റെ ഷർട്ട് എവിടെ? എടാ അനീഷേ, ഇതല്ലേ നിന്റെ ഷർട്ട്? അയ്യോ കണ്ടില്ല. ഞാൻ ഇത്ര ഹൈറ്റ് വെച്ചോ? ആ അതെങ്ങനെ പറയാ? ഞാൻ ഇറങ്ങിക്കോളാം. ജംഗ്ഷനിലേക്കാന്ന് പറഞ്ഞിട്ട് ഇല്ല നീ വിട്ടോ, ഞാൻ ഇറങ്ങാം. ആക്കി തരാന്ന്. വേണ്ടോ പോ. സിനി, ആ ഒരു ഷർട്ട് കഴിക്കണായിരുന്നു. അതിനെന്താ, 2 ദിവസം കഴിയൂട്ടോ. അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറഞ്ഞോ. അത് പിന്നെ ചേട്ടൻ ഇവിടെയാണല്ലോ വർക്ക്. അത് ഷർട്ട് തയ്ക്കാനായിട്ട്. അതല്ല, നീ എന്താ ഇവിടെ? അല്ല, വെട്ടി പാൻറ് ട്രൗസർ ആക്കുമെന്ന് അറിയാൻ വേണ്ടി വന്നു. അതെ, തയ്ച്ച് വെച്ചാ മതി. നാളെ വന്ന് വാങ്ങിച്ചോളാം. അയ്യോ, നാളെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. എന്താ? നാളെ കട അവധിയാണ്. നാളെ എന്നെ കാണാൻ ഒരു കൂട്ടര് വരണണ്ടേ, അപ്പൊ അതുകൊണ്ട് കടയില്ല. ആ അടിപൊളി. രജനിയുടെ ഫീൽ കഴിഞ്ഞൊന്ന് വരാവോ? ഇവൻ കട്ട് ചെയ്തല്ല, ഞാൻ വരട്ടെ. നിങ്ങൾ പറഞ്ഞ ഒഴിച്ചേ, ഞാൻ വീട്ടിൽ പോട്ടെ. എന്തുട്രാവൻ പറയുന്നേ? അതൊക്കെ സതീശൻ കുപ്പി കഴുകി കുടിച്ചിട്ടേ അവൻ വീട്ടിൽ പോകുള്ളൂ. നീ ഒറ്റൊരുത്തൻ കാരണമാണ് അവൻ ഇങ്ങോട്ട് വരാത്തത്. ഓടാ പോപ്പയോടും. ചേട്ടൻപുള്ളിയുടെ കല്യാണം മുടങ്ങിയ ശേഷം അമ്മാവൻ ഈ കാടിനെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു വരുത്തിയുണ്ട്. കല്യാണം നടക്കില്ലെന്നോ എന്തോ ശാപം ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു വരുത്തിയുണ്ട്. ഓ പിന്നെ അപ്പൂപ്പന്റെ ഗിണ്ടി. ഓരോരോ അന്ധവിശ്വാസങ്ങളെ. എന്തായാലും ഈ കല്യാണം മുടക്കിയത് നീ തന്നെ. ആടാ, ബാക്കി നാളെ നീയാണല്ലോ മുടക്കിയത്. ഓരോരുത്തനെ സെറ്റാക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. യോഗം ഉണ്ടാവണ്ടേ? പാവം. രതീഷേ, ഈ കല്യാണം മുടക്കിയത് ഞാനാണെങ്കിൽ ഞാൻ തന്നെ അത് നടത്തി കൊടുത്തില്ല. നീ നോക്കിയോ. ആകാശ്, ഞാനിത് അവൾക്ക് കൊടുക്കാൻ പോവാ. ലവ് ലെറ്ററാ? ആ. അവള് പോയല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ സൈക്കിളിൽ വെച്ചിട്ട് വാ. വൈകിട്ട് വരുമ്പോ കണ്ടോളൂ. എന്തായാലും പേരെഴുതിയിട്ടില്ലല്ലോ. വണ്ടി വന്നില്ല ചേട്ടാ. ബീച്ചാനിക്കാട് അടുത്ത ചാലക്കുടി ആണോ? ബീച്ചാനിക്കാടും ഉണ്ട്. ഈ സമയത്ത് ഉണ്ടാവോ? 10 മിനിറ്റ് കഴിഞ്ഞ് വരും. ചേട്ടാ, ഇന്നത്തെ ഭാഗ്യം. ഇതൊക്കെ അടിക്കുക ചേട്ടാ, ലോട്ടറി ലോട്ടറി. യോഗമില്ലാന്നേ, കാശില്ലാത്തതാണ്. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. കേട്ടോ സുജിത്തേട്ടാ, സുജിത്തേട്ടാ, ഒരു മിനിറ്റ്.
യെസ്. ഇത് സതീശന്റെ ഷർട്ടാ. 2 ദിവസമായി തയ്ച്ചു വെച്ചേക്കണു. ആളെ ഈ വഴിയൊന്നും കണ്ടില്ല. സതീശൻ ഷർട്ട് ഇടുകയാ? ഞാൻ കൊടുത്തു നോക്കാം. നമ്മളൊക്കെ കൊടുത്താൽ മേടിക്കുമെന്ന് അറിയില്ല. ഞാൻ വിളിക്കാം. ഞാൻ പറയണേക്കൊന്ന് വിളിക്കാം. വീട്ടിലെത്തിട്ട് വിളിക്കാം നിന്നെ. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കല്ലേ. ഒന്നുമില്ല, ഒരു കോള് വന്നപ്പോ നിന്നതാ. സാധനമുണ്ട്. എവിടെ? സാധനമൊക്കെ നമ്മളതിൽ ഇല്ലാണ്ടിരിക്കൂ. അമ്പോ, ഇതെന്റെ ചേട്ടന്റെ. കൊടുത്തേക്ക്. അപ്പൊ വൈകിട്ട് അമ്മണിക്കാട്ടില്. ഓക്കെ. ഇതാ കടയിലെ സിനിയന്ത. ഹലോ, എന്നെ മനസ്സിലായോ? ഞാനാ സതീശൻ. ആ സതീശേട്ടാ, എൻ്റെ നമ്പർ ഇല്ലായിരുന്നു, അതാ വിളിക്കാതിരുന്നേ. ഇഷ്ടായോ? ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ഓ, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ശരിയാവുന്നു. ഇപ്പൊ ഓക്കെ. ശരിയെന്നാ. അയ്യോ, വയ്ക്കില്ല. ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. സർപ്രൈസോ? എന്താ? അല്ലേ, വേണ്ട, നാളെ പറയാം. ആ ബാക്കിലുള്ള വല്ലൊന്ന് നീങ്ങുന്നേ അങ്ങോട്ട്. എല്ലാവരും ഒന്ന് അടുത്തേക്ക്. സതീശ, എന്താടാ? ഒന്ന് മാറി ചേട്ടാ. എന്താടാ? ഓ, ഒരു പ്രശ്നമുണ്ട്. സുജിത്ത് എവിടാ? സുജിത്ത്, നീ എന്തിനാടാ എന്നെ നോക്കണേ? ഞാനിവിടെ ഉണ്ടല്ലോ. അതല്ലടാ, അനുഷിന്റെ പെണ്ണ് അച്ചുല്ലേ, അവൾ ഓടിച്ചോടി. എന്താന്ന്? സാരല്ലടാ, വരാനുള്ളൊന്നും വഴുത്തങ്ങില്ല. അല്ല, നിങ്ങളോട് നോക്കിക്കണെന്താ? മുഹൂർത്തായി. വണ്ടി കയറി, വാ പോവാ. ഇതൊക്കെ നമുക്ക് രാത്രി ചർച്ച ചെയ്യാം. സമയം ഉണ്ടല്ലോ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ അന്വേഷണത്തിന്റെ കാര്യം നോക്കാം. നീ മേടിക്കുന്നു. എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. റെഡി. ഒരു ചിരിക്ക് സതീശിന്റെ കല്യാണല്ലേ? ഒച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഹലോ, ആ സാറേ, ദേ വന്നുകൊണ്ടിരിക്കുക സാറേ. ശരി, ഓക്കെ. കാട്